നമസ്കാരം, എൻ്റെ പേര് ജോളി രാജേന്ദ്രൻ. ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം നോക്കാം. ഒരു 3D സ്പേസിൽ ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് 3 സർഫസ് ആവശ്യമാണ്. ആ 3 സർഫസിന്റെ ഇന്റർസെക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുക. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു പേപ്പറാണ് അല്ലെ, ഇതൊരു പേപ്പറാണ് അല്ലെ. അപ്പോ ഇതിന് വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേറൊരു പേപ്പർ ഞാൻ വെച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും രണ്ട് പ്ലെയിൻ സർഫസ് ആണ്. ഇതിന്റെ ഇന്റർസെക്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ലൈൻ കിട്ടും അല്ലെ. ഇനി മൂന്നാമതൊരു പ്ലെയിൻ ആലോചിക്കുക. ഇതൊരു പ്ലെയിൻ ആണ്, ഇത് ഒരു പ്ലെയിൻ ആണ്, ഇത് മറ്റൊരു പ്ലെയിൻ ആണ്. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു പോയിന്റ് ആണ്. അപ്പോ ഒരു ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 3 സർഫസ് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമാണ്. എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് ദ ഇന്റർസെക്ഷൻ ഓഫ് 3 സർഫസസ്. അപ്പോൾ ഒരു പ്ലെയിനിനെ നമുക്കറിയാം x is equal to constant, y is equal to constant, z is equal to constant അതൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. അതുപോലെ u1 is equal to constant, u2 is equal to constant, u3 is equal to constant ജനറൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സർഫസിനെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള 3 സർഫസിന്റെ ഇന്റർസെക്ഷൻ ആയിരിക്കും എപ്പോഴും ഒരു പോയിന്റ് അല്ലെ, ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്താലും. ഇനി എന്താണ് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം? ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം. അതായത് ഈ 3 സർഫസസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾസ് ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഈ 3 കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. അടുത്തതായിട്ട് നമുക്ക് ബേസ് വെക്ടർ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ എക്സ്, വൈ, ഇസഡ് എന്ന് 3 കോർഡിനേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തായിരുന്നു അല്ലെ. അതുപോലെ ഏതെങ്കിലും ഒരു ആർബിട്രറി കോർഡിനേറ്റ് സിസ്റ്റം, അതായത് ഏതെങ്കിലും ഒരു ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ പോയിന്റിനെയോ വെക്ടറിനെയോ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം 3 കോർഡിനേറ്റ്സ് വേണം. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് ഞാൻ അതിനെ u1, u2, u3 എന്ന് വിളിക്കുന്നു. എക്സ്, വൈ, ഇസഡ് എന്ന് പറഞ്ഞ പോലെ u1, u2, u3 എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ബേസ് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യും. ബേസ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ ഓർഡിനേറ്റ്സിലെ ഡയറക്ഷനിൽ ഉള്ള യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് ഞാൻ ബേസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം, നിങ്ങൾ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ ഉള്ള യൂണിറ്റ് വെക്ടറിനെ നിങ്ങൾ AX ക്യാപ്പ് എന്ന് വിളിച്ചത് ഓർക്കുന്നുണ്ടാവും. അതുപോലെ AY ക്യാപ്പ് എന്ന് വിളിച്ചത് ഓർക്കുന്നുണ്ടാവും. AZ ക്യാപ്പ് എന്ന് ഓർക്കുന്നുണ്ടാവും. അതുപോലെ ഇവിടെ AU1 ക്യാപ്പ്, AU2 ക്യാപ്പ്, AU3 ക്യാപ്പ്, അങ്ങനെ നമ്മൾ 3 ബേസ് വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഈ 3 ഓർഡിനേറ്റ്സും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഒറിജിൻ. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക ഒരു റൈറ്റ് ഹാൻഡ് കോർഡിനേറ്റ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, റൈറ്റ് ഹാൻഡഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഓൾറെഡി പഠിച്ചതാണ്. അവിടെ നമുക്ക് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്, ഇങ്ങനെ 3 ആക്സിസ് ഉണ്ട്. AX ക്യാപ്പ് ഉണ്ട്, AY ക്യാപ്പ് ഉണ്ട്, AZ ക്യാപ്പ് ഉണ്ട്. അങ്ങനെ 3 യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ എങ്ങനെയായിരിക്കും കിട്ടുക? AX ക്യാപ്പ് ക്രോസ് AY ക്യാപ്പ് എന്ന് പറയുന്നത് AZ ക്യാപ്പ് ആയിരിക്കും. അതുപോലെ AY ക്യാപ്പ് ക്രോസ് AZ ക്യാപ്പ് എന്ന് പറയുന്നത് AX ക്യാപ്പ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഈ ഓർഡർ തിരിഞ്ഞു വരികയാണ്. ഉദാഹരണം, ഇപ്പോൾ AY ക്യാപ്പ് ക്രോസ് AZ ക്യാപ്പ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് -AZ ക്യാപ്പ് കിട്ടും അല്ലെ. അപ്പൊ ഈ റിലേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി ഇതൊന്ന് ജനറലൈസ് ചെയ്യാണ്. അതായത് കോർഡിനേറ്റ്സ് u1, u2, u3. ഓക്കെ, അപ്പം AY1 ക്യാപ്പ് ക്രോസ് AY2 ക്യാപ്പ് എന്ന് പറയുന്നത് AU3 ക്യാപ്പ് ആയിരിക്കും. അതുപോലെ AU2 ക്യാപ്പ് ക്രോസ് AU3 ക്യാപ്പ് എന്ന് പറയുന്നത് AU1 ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, AU3 ക്രോസ് AU1 ക്യാപ്പ് എന്ന് പറയുന്നത് AU2 ക്യാപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഓർഡർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പൊ ഇനി നമുക്ക് ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെ ഒരു പോയിന്റിനെയും ഒരു വെക്ടറിനെയും റെപ്രസെന്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പോയിന്റിനെ റെപ്രസെന്റ് ചെയ്തത്? ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് ഇസഡ് ആക്സിസ് ആണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റ് P എന്ന് പറയുന്നത് X, Y, Z ആയിരിക്കും അല്ലെ. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്തത്? വെക്ടർ A is equal to AX
ഇൻറ്റു എ എക്സ് ക്യാപ് പ്ലസ് എ വൈ ഇൻറ്റു എ വൈ ക്യാപ് പ്ലസ് എ ഇസഡ് ഇൻറ്റു എ ഇസഡ് ക്യാപ്. ഇവിടെ എ എക്സ് എന്തായിരുന്നു? എ എക്സ് എന്ന് പറയുന്നത് എക്സ് കമ്പോണന്റ് ഓഫ് എ, എ വൈ എന്ന് പറയുന്നത് വൈ കമ്പോണന്റ് ഓഫ് എ ഇസഡ് എന്ന് പറയുന്നത് എ ഇസഡ് കമ്പോണന്റ് ഓഫ് എ ആയിരുന്നു അല്ലെ. അപ്പോൾ ഒരു പോയിന്റിനെ നമുക്ക് ഓർഡിനേറ്റ്സിനെ വിത്ത് റെസ്പെക്ട് ടു ആണ് റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പൊ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ എക്സ് വൈ ഇസഡ് ആണെങ്കിൽ ഓർത്തോഗണൽ എനി ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ കേസിൽ u1 u2 u3 ആയിരിക്കും. അതുപോലെ ഇൻ ജനറൽ നമുക്ക് എഴുതാം എ ഈസ് ഈക്വൽ ടു എ യു വൺ ഇൻറ്റു എ യു വൺ ക്യാപ് പ്ലസ് എ യു ടു ഇൻറ്റു എ യു ടു ക്യാപ് പ്ലസ് എ യു ത്രീ ഇൻറ്റു എ യു ത്രീ ക്യാപ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് പഠിച്ചത് അല്ലേ. നമ്മൾ എന്താണ് ബേസ് വെക്ടേഴ്സ് എന്ന് നോക്കി, എങ്ങനെയാണ് ഒരു പോയിന്റിനെയും ഒരു വെക്ടറിനെയും ഒരു റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പൊ ഇനി ഉള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഓരോ ഓർത്തോഗണൽ കോർഡിനേറ്റ് സിസ്റ്റം, അതായത് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം, സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, ഈ 3 കോർഡിനേറ്റ് സിസ്റ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക് യു.